സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുത്ത കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത്. 100 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ നാളെ പരീക്ഷയുള്ളവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കൾ. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കൾ ഡാനിയൽ ബാരൻബോയിം, അലി അബു അവാദ് എന്നിവരാണ് 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കൾ. ഡാനിയൽ ബാരൻബോയ്, അലി അബു അവാദ്. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം ലഭിച്ചത് യേശുദാസിനാണ്. യേശുദാസ്. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? യേശുദാസ്. ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം. ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? ധർമ്മടം. 2030 കേരളത്തെ ഒറ്റ നഗരമായി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ രൂപീകരിച്ച നഗര നയ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ എം സതീഷ് കുമാറാണ്. ഡോക്ടർ എം സതീഷ് കുമാർ 2030 കേരളത്തെ ഒറ്റ നഗരമായി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രൂപീകരിച്ച നഗര നയ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഡോക്ടർ എം സതീഷ് കുമാർ. 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി. 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. MS സ്വാമിനാഥൻ കാർഷികാശ്രയ പുരസ്കാരം 2023 നേടിയത് ചെറുവയൽ രാമനാണ്. MS സ്വാമിനാഥൻ കാർഷികാശ്രയ പുരസ്കാരം 2023 നേടിയതാരാണ്? ചെറുവയൽ രാമൻ. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത് കോഴിക്കോടിനെയാണ്. സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏതാണ്? കോഴിക്കോട്. 2023 സത്യൻ പുരസ്കാര ജേതാവ്. 2023 സത്യൻ പുരസ്കാര ജേതാവ് മനോജ് കെ ജയനാണ്. മനോജ് കെ ജയൻ. ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ്. ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ചക്ര 2. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് CBI രാജ്യവ്യാപകമായിട്ട് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ചക്ര 2. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് ഹീരാലാൽ സമരിയയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് ചന്ദ്ര. അത്യുൽപാദന ശേഷിയുള്ള കുരുമുളകാണ് ചന്ദ്ര. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ചത്. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ശലഭം. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ശലഭം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? EV രാമകൃഷ്ണനാണ്. EV രാമകൃഷ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള സാഹിത്യകാരനാണ് EV രാമകൃഷ്ണൻ. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന നിരൂപണ ഗ്രന്ഥത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൽസൺ കീഴടക്കിയ ആദ്യ മലയാളിയാണ് ഷേഖ് ഹസൻ ഖാൻ. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൽസൺ കീഴടക്കിയ ആദ്യ മലയാളിയാണ് ഷേഖ് ഹസൻ ഖാൻ. 2023 അർജുന അവാർഡ് നേടിയ മലയാളി ആരാണ്? M ശ്രീശങ്കറാണ്. ലോങ് ജംപ് താരം M ശ്രീശങ്കറാണ് 2023 അർജുന അവാർഡ് നേടിയ മലയാളി.
മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 അർഹരായവർ: ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി. ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി എന്നിവരാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 അർഹരായവർ. അടുത്ത ചോദ്യം: രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം ആരാണ്? സഞ്ജു സാംസൺ ആണ്. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യത്തെ കേരള താരമാണ് സഞ്ജു സാംസൺ. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. പദ്ധതിയുടെ പേര് ശരണബാല്യം. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. 2023 ഡിസംബറിൽ പത്മശ്രീ ഉപേക്ഷിച്ച ഇന്ത്യൻ ഗുസ്തി താരമാരാണ്? ബജ്രംഗ് പുനിയയാണ്. 2023 ഡിസംബറിൽ പത്മശ്രീ ഉപേക്ഷിച്ച ഇന്ത്യൻ ഗുസ്തി താരമാണ് ബജ്രംഗ് പുനിയ. 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ മുഖ്യ അതിഥിയായത്. ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതിയാണ് സുജലം. ഏത് ബ്രാൻഡിൻ്റെതാണ്? ഹില്ലി അക്വയുടേതാണ്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതിയാണ് സുജലം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം വീരമംഗി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം വീരമംഗി. PSLVയുടെ 60ാം ദൗത്യമായ PSLV C-58 എക്സ്പോസാറ്റ് വിക്ഷേപിച്ച ഡേറ്റ് 2024 ജനുവരി 1. 2024 ജനുവരി 1. PSLVയുടെ 60ാം ദൗത്യമായ PSLV C-58 എക്സ്പോസാറ്റ് വിക്ഷേപിച്ചതെന്നാണ് 2024 ജനുവരി 1. 2023 ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ഗുകേഷ് ഡി ആണ്. 2023 ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ഗുകേഷ് ഡി. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ ക്ഷേത്രം കുന്നമംഗലം ഭഗവതി ക്ഷേത്രമാണ്. ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ഭഗവതി ക്ഷേത്രത്തിലാണ്. 28ാമത് കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് പങ്കെടുത്ത ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്. 28ാമത് കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് COP28 പങ്കെടുത്ത ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏതാണ്? സാറ ബയോടെക് ആണ്. സാറ ബയോടെക്, കൊച്ചി. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി 2 ആണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി 2. ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2023 വനിതാ സിംഗിൾസ് കിരീട ജേതാവ് അൻമോൾ ഗർബ് ആണ്. അൻമോൾ ഗർബ്. ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2023 വനിതാ സിംഗിൾസ് കിരീട ജേതാവാണ് അൻമോൾ ഗർബ്. അപ്പോഫീസ് എന്ന ചിഹ്ന ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ഒസിരിസ് അപ്പെക്സ്. ഒസിരിസ് അപ്പെക്സ്. അപ്പോഫീസ്. അപ്പോഫീസ് എന്ന ചിഹ്ന ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള നാസയുടെ ദൗത്യമാണ് ഒസിരിസ് അപ്പെക്സ്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ ഏറെ പങ്കുള്ള ബ്ലൂ കാർബണിന്റെ ഉറവിടമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശങ്ങൾ കുട്ടനാടും വേമ്പനാട്ട് കായലുമാണ്. കുട്ടനാടും വേമ്പനാട്ട് കായലും.
കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ ഏറെ പങ്കുള്ള ബ്ലൂ കാർബണിന്റെ ഉറവിടമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശങ്ങളാണ് കുട്ടനാടും വേമ്പനാട്ട് കായലും. കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ 2024 പുരസ്കാരത്തിന് അർഹനായത് PB അനീഷ് ആണ്. PB അനീഷ് കർഷകശ്രീ 2024 പുരസ്കാരത്തിന് അർഹനായത് PB അനീഷ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ് ഏതാണ്? MPhil ആണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സാണ് MPhil. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ് ആണ്. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ്. 2023 ഡിസംബറിൽ 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് കണ്ടെത്തിയത് ചെങ്കല്ലറകൾ. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെ കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെ കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ്. പൂർണ്ണമായി വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഉപഗ്രഹം വിസാറ്റ്. പൂർണ്ണമായി വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് വിസാറ്റ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി സിൽക്യാര തുരങ്കത്തിലകപ്പെട്ട 41 തൊഴിലാളികളെ 17 ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ സുരംഗ് ആണ്. ഓപ്പറേഷൻ സുരംഗ് എവിടെയാണ്? ഉത്തരാഖണ്ഡില് ഉത്തരകാശിയില് സിൽക്യാര തുരങ്കത്തില്. എത്ര പേരാണ്? 41 തൊഴിലാളികളാണ്. എത്ര ദിവസത്തിന് ശേഷമാണ് രക്ഷപ്പെടുത്തിയത്? 17 ദിവസത്തിന് ശേഷം. അടുത്ത ചോദ്യം, 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ ഏക്ത കപൂർ, വീർദാസ് എന്നിവരാണ്. 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരാണ് ഏക്ത കപൂർ, വീർദാസ്. കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിതമായ കാർഷിക ഡ്രോൺ ഏതാണ്? ഫിയ QD-10. ഫിയ QD-10. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ മലയാളി മിന്നുമണി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ മലയാളി മിന്നുമണി. സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കല മിമിക്രി. 2023 ലോക ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വേദി. 2023 ലോക ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വേദി ഇന്ത്യയാണ്. ഇന്ത്യയിലെ ബംഗളൂരു. 2023 ഫീമെയിൽ സ്പോർട്സ് ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് നിത അംബാനിയാണ്. 2023 ഫീമെയിൽ സ്പോർട്സ് ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് നിത അംബാനി. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റിനായി തുടങ്ങിയ ആപ്പ് ചലോ ആപ്പ്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റിനായിട്ട് തുടങ്ങിയ ആപ്പാണ് ചലോ ആപ്പ്. സ്വിസ് സംഘടനയായ IQ എയർ തയ്യാറാക്കിയ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. 2024 നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി തോന്നയ്ക്കൽ. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ 2024 നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദിയാണ് തോന്നയ്ക്കൽ. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുവാനുള്ള ആപ്പാണ് ശൈലി ആപ്പ്. ശൈലി ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ആപ്പ്. രക്താർബുദം ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ മുംബൈയാണ്. രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രിയാണ് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ മുംബൈ. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ
ഡോക്ടർ VR ലളിതാംബിക. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ VR ലളിതാംബിക. 2023 ബുക്കർ സമ്മാനം നേടിയത് പോൾ ലിഞ്ച് ആണ്. പോൾ ലിഞ്ച് 2023 ബുക്കർ സമ്മാനം നേടിയതാരാണ്? പോൾ ലിഞ്ച്. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ ഏത് ജീവിവർഗത്തിൽ പെടുന്നു? ചിത്രശലഭമാണ്. മേഘമല വെള്ളിവരയൻ ചിത്രശലഭമാണ്. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ്. 2024 ജനുവരിയിൽ കേരളത്തിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. 2024 ഫെബ്രുവരിയിൽ കേരളത്തിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ ജില്ല ഏതാണ്? ആലപ്പുഴ. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂരിന്റെ ബ്രാൻഡ് അംബാസിഡർ ജിതേഷ് ജി ആണ്. ജിതേഷ് ജി കാന്തല്ലൂരിന്റെ ബ്രാൻഡ് അംബാസിഡർ. വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ല. 2024 ജനുവരിയിൽ ഇന്ത്യ വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച ദീർഘകാല കരാറിൽ ഒപ്പിട്ട രാജ്യം നേപ്പാളാണ്. ഇന്ത്യ വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച കരാറിൽ ഒപ്പിട്ടത് നേപ്പാളുമായിട്ടാണ്. അടുത്തിടെ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 525 രൂപ നാണയമാണ്. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്? മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയത്. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദ്യത്തെ L1 പേടകം ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6 2024 ജനുവരി 6. പ്രൊഫസർ MK സാനു പുരസ്കാരം 2024 ലഭിച്ചത് MT വാസുദേവൻ നായർ. പ്രൊഫസർ MK സാനു പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. 2024 ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് വേദി വെസ്റ്റ് ഇൻഡീസും USA-യുമാണ്. വെസ്റ്റ് ഇൻഡീസ് ആൻഡ് USA. 2024 ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദിയാണ് വെസ്റ്റ് ഇൻഡീസും USA-യും. 2024 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് PK വീരമണിദാസ് ആണ്. 2024 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PK വീരമണിദാസ്. നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? E. സന്തോഷ് കുമാർ ആണ്. E. സന്തോഷ് കുമാർ. ചെറുകഥാ സമാഹാരത്തിന്റെ പേര് നാരകങ്ങളുടെ ഉപമ. നാരകങ്ങളുടെ ഉപമ. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് E. സന്തോഷ് കുമാറിന് കൃതി നാരകങ്ങളുടെ ഉപമ. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺഹൈമർ ആണ്. സംവിധാനം ക്രിസ്റ്റഫർ നോളൻ. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമയാണ് ഓപ്പൺഹൈമർ. സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളൻ. ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് തന്മുദ്ര. UDID കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് തന്മുദ്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം ഏതാണ്? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. പ്രമേഹ ചികിത്സയിലെ നൂതന സംഭാവനകൾക്കായുള്ള ദേശീയ പുരസ്കാരം നേടിയത് ഡോക്ടർ ജ്യോതി ദേവ് കേശവദേവ് ആണ്. പ്രമേഹ ചികിത്സയിലെ നൂതന സംഭാവനകൾക്കായുള്ള ദേശീയ പുരസ്കാരം നേടിയതാണ് ഡോക്ടർ ജ്യോതി ദേവ് കേശവദേവ്. 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം
ദീപ്തി ശർമ്മയാണ്. 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ്. 2020 ക്രിക്കറ്റിൽ നേടുന്ന ആദ്യത്തെ വനിതാ താരമാണ് ദീപ്തി ശർമ്മ. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യയാണ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യ. 2024 ജനുവരിയിൽ ഏത് രാജ്യത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 3 ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ത്യ ആന്റി ഡംപിംഗ് തീരുവ ചുമത്തിയത്? ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 3 ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ത്യ ആന്റി ഡംപിംഗ് തീരുവ ചുമത്തിയത്. ആന്റി ഡംപിംഗ്. കേരള സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന ഡിമൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മത്തോണി. ഡിമൻഷ്യ സൗഹൃദ പദ്ധതി ഓർമ്മത്തോണി. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് നേടിയതാരാണ്? PN ഗോപികൃഷ്ണനാണ്. ഓടക്കുഴൽ അവാർഡ് നേടിയത് ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരം. 2024 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി അസർബൈജാനാണ്. അസർബൈജാൻ. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. സാറ ജോസഫിനാണ് 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഡൽഹിയിൽ നടന്ന 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ബാലനാണ് പ്രണവ്. പേര് പ്രണവ്. 2023-24 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അരുണാചൽ പ്രദേശ്. 2023-24 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് അരുണാചൽ പ്രദേശ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കുളത്തുപുഴയാണ്. ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കുളത്തുപുഴ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് പുല്ലമ്പാറയാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്താണ് പുല്ലമ്പാറ. 2023 നടന്ന 5ാമത്തെ ബിനാലയുടെ പ്രമേയം. നമ്മുടെ സിരകളിൽ ഒഴുകുന്നത് മഷിയും തീയും. നമ്മുടെ സിരകളിൽ ഒഴുകുന്നത് മഷിയും തീയും. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതാണ്. പാരീസ് ഒളിമ്പിക്സിന്റെ 2024 ആപ്തവാക്യം എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ. സംസ്ഥാന മന്ത്രിസഭയിൽ കയർ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി P. രാജീവാണ്. P. രാജീവ്. എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല പാലക്കാടാണ്. പാലക്കാട്. ആരോഗ്യകരമായ അന്തരീക്ഷം മനുഷ്യാവകാശമായിട്ട് അംഗീകരിച്ച സംഘടന ഏതാണ്? ഐക്യരാഷ്ട്രസഭയാണ്. ആരോഗ്യകരമായ അന്തരീക്ഷം മനുഷ്യാവകാശമായിട്ട് അംഗീകരിച്ച സംഘടന ഐക്യരാഷ്ട്രസഭ. 2022 നവംബർ 18 വിക്ഷേപിച്ച സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? വിക്രം എസ് ആണ്. 2022 നവംബർ 18 വിക്ഷേപിച്ച സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റാണ് വിക്രം എസ്. വിക്രം എസ് റോക്കറ്റ് വികസിപ്പിച്ചെടുത്ത ഹൈദരാബാദ് ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് സംരംഭം ഏതാണ്? സ്കൈറൂട്ട് എയറോസ്പേസ് ആണ്. സ്കൈറൂട്ട് എയറോസ്പേസ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? കൊട്ടാരക്കരയാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര. കേരളത്തിലെ ഓൺലൈൻ ടാക്സി സംവിധാനത്തിന് നൽകിയിട്ടുള്ള പേര് കേരള സവാരി എന്നാണ്. ഓൺലൈൻ ടാക്സി സംവിധാനം കേരളത്തിലെ പേരെന്താണ്? കേരള സവാരി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്നതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് ഉമ്മൻചാണ്ടിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്നതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? ഉമ്മൻചാണ്ടി. ഗർഭാശയ ഗളാർബുദത്തിനെതിരെ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത വാക്സിൻ സർവാവാക്കാണ്. ഗർഭാശയ ഗളാർബുദത്തിനെതിരെ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് സർവാവാക്ക്. ഇന്ത്യയുടെ 50ാമത് ചീഫ് ജസ്റ്റിസായിട്ട് 2022 നവംബറിൽ ചുമതലയേറ്റതാരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. DY ചന്ദ്രചൂഡ്.
ചേക്കുട്ടി എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആര്? സേതുവാണ്. നോവലിന്റെ പേര് ചേക്കുട്ടി. ചേക്കുട്ടി എന്ന നോവൽ ആരുടേതാണ്? സേതു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് സേതുവാണ്. നോവല് ചേക്കുട്ടി. G20 കൂട്ടായ്മയുടെ 2022-23 അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യ. തുടർച്ചയായി കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് 2022 നവംബറിൽ അർഹനായത് ആരാണ്? പിണറായി വിജയനാണ്. തുടർച്ചയായിട്ട് കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിത PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിതയാണ് PT ഉഷ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? കൊല്ലമാണ്. കൊല്ലം. നീതി ആയോഗിന്റെ പുതിയ CEO ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. നീതി ആയോഗിന്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യം. കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ്. കേരളത്തിന്റെ പോലീസ് മേധാവി ആരാണ്? ഷേഖ് ദർവേഷ് സാഹിബാണ്. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിത ആരാണ്? ഗീത AR. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിതയാണ് ഗീത AR. നിലവിലെ UPSC ചെയർമാൻ മനോജ് സോണിയാണ്. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? മനോജ് സോണി. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2023 മെയ് 28-നാണ്. 2023 മെയ് 28-നാണ് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ തമിഴ്നാട് വനിത ആരാണ്? മുത്തമിഴ് സെൽവിയാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ തമിഴ്നാട് വനിത മുത്തമിഴ് സെൽവി. 2023 പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം 2023 പരിസ്ഥിതി സന്ദേശമാണ്. IPL 2023 ക്രിക്കറ്റ് കിരീടം നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. IPL 2023 ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? ചെന്നൈ സൂപ്പർ കിങ്സ്. 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുമുള്ള വെറ്റിലയാണ് ഔത്തൂർ വെറ്റില. തമിഴ്നാട്ടിൽ നിന്നുമുള്ള വെറ്റിലയാണ് ഔത്തൂർ വെറ്റില. മക്കൾ വളർത്തി അല്ലെങ്കിൽ കൂൺതാണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് പരപ്പിയമ്മ. പേര് പരപ്പിയമ്മ. മക്കൾ വളർത്തി അല്ലെങ്കിൽ കൂൺതാണി എന്ന അപൂർവ ഇനം കൈതച്ചക്കയാണ്. കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് പരപ്പിയമ്മ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. 2023 മാർച്ച് 30-ന് 100 വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. 2023 മാർച്ച് 30-ന് 100 വയസ്സ് പൂർത്തിയാക്കിയ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.